ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ചെടി നടലാട്ടോ. എന്നും നടണ പോലെയല്ല ഇന്നത്തെ ഒരു നടൽ. ഇന്നിപ്പോൾ നമ്മൾ ഉള്ളിച്ചാക്ക് കണ്ടില്ലേ, ഉള്ളിച്ചാക്ക് ഉണ്ടായിനി. അപ്പോൾ ആ ഉള്ളിച്ചാക്ക് രണ്ട് കഷ്ണാക്കി എടുത്ത് കേട്ടോ, സെൻറ്റർ ഇങ്ങോട്ട് കട്ട് ചെയ്ത് രണ്ട് കഷ്ണാക്കി എടുത്ത്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഒഴിവാക്കിയ പൊട്ടിയ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ രണ്ട് ചെടിച്ചട്ടിയും വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചട്ടിയിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് മണ്ണ് നിറക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കരിയില അങ്ങനത്തെ ഇടേണ്ട ഒരു ആവശ്യമില്ല. സാധാ മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നിറയെ നിറച്ചും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല തിക്കി തന്നെ അങ്ങോട്ട് നിൽക്കട്ടെ മണ്ണ്. നമ്മൾ സിമെൻറ്റൊക്കെ തേക്കണ പോലെ ഇങ്ങോട്ട് ചട്ടക എടുത്തിട്ട് ഞാൻ മണ്ണിട്ട് കൊടുത്ത് നല്ലോണം കുത്തി ഇങ്ങോട്ട് അമർത്തി ഇങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഒരു വെറൈറ്റി രീതിയിൽ നട്ട് നോക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിതുപോലെ നടുന്നത് കേട്ടോ. ഇങ്ങനെ നട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണും വേണ്ടേ. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ഒന്ന് നടുമ്പോഴാണ് പല രീതിയിലുള്ള നടലും നമുക്കിങ്ങനെ മനസ്സിൽ ഓരോ രീതിയിൽ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരൽ കേട്ടോ. അപ്പോൾ അതാ ഞാൻ രണ്ട് ചെടിച്ചട്ടിയിലേക്കും ഇതുപോലെ ഇങ്ങോട്ട് മണ്ണ് നിറച്ചിട്ടോ. ഇനിയാണ് നമ്മളെ അടുത്ത പരിപാടി. നമ്മളെ ഉള്ളിച്ചാക്ക് അതാ സെൻറ്റർ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തേണി. ഇനി അതായത് ഞാനൊരു ചട്ടിയിലേക്ക് ഇങ്ങോട്ട് വിരിച്ച് കൊടുത്ത്. അതെന്താ വെച്ചാൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല നനവും കാര്യമുള്ളതുകൊണ്ടാണ് നിലത്ത് തന്നെ ഇങ്ങോട്ട് വിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ചട്ടിയിലേക്ക് ഇങ്ങോട്ട് ഉള്ളിച്ചാക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ ഇങ്ങോട്ടും മണ്ണ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല നല്ല എളുപ്പമുള്ളൊരു പരിപാടിയാണ്, നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അപ്പോൾ നമുക്ക് നട്ട് നോക്കിയാലല്ലേ ഇത് എങ്ങനെ ഉണ്ടാവും ഉള്ളത് എന്നൊക്കെ അറിയില്ല. അപ്പോൾ അത് ആ മണ്ണ് ഞാൻ നിറച്ചിട്ട് ഇതുപോലെ 4 ഭാഗം ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് തിരിച്ചവിടെ കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിലൊരു കയറുണ്ടെങ്കിൽ ആ കയറിട്ട് ഇങ്ങോട്ട് കെട്ടി കൊടുക്കാം. നല്ലോണം കെട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങോട്ട് കെട്ടി കൊടുക്കാം. എൻ്റേതാണല്ലോ, ഞാൻ നല്ലോണം മുറുകൂല. എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ അലക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പീയല്ലോ, അതൊന്നും നല്ലോണം അങ്ങോട്ട് വെള്ളം പോലെ വേഗം വാഷ് മെഷീനിലേക്ക് ഇട്ടില്ല കേട്ടോ. അതേമാതിരി ഇതിൻ്റെ കെട്ടൊന്ന് പെട്ടെന്ന് അവിടെ മുറുക്കി കിട്ടൂല. അപ്പം എന്നാലും ഒരു ചെറിയ ജസ്റ്റ് ഒരു കെട്ട് ഇങ്ങോട്ട് കെട്ടി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതാ ഇങ്ങോട്ട് ഞാൻ അതുപോലെ മണ്ണാക്കി ഇങ്ങനെ കെട്ടി റെഡിയാക്കി വെച്ച് ഇനി രണ്ടാമത്തെ ഉള്ളിച്ചാക്കും അതിലും അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്കൊക്കെ റാഹത്താണ് കേട്ടോ. അപ്പം നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ വരും. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റൊക്കെ ഇട്ട് അറിയിക്കട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമല്ലോ. എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇതും അങ്ങനെ തന്നെ ഞാൻ ഇങ്ങോട്ട് റെഡിയാക്കി. പിന്നെ ഇതിനൊരു ചെറിയൊരു പൊട്ടലുണ്ടായിന് കേട്ടോ. എന്നാലും നമ്മൾ ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താട്ടെ അതൊക്കെ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് ഒന്നിച്ചിങ്ങോട്ട് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചെടി നടാൻ ഉള്ളത് ചെടി നടുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് ഓവറുള്ള ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഇത്രത്തോളം ഇങ്ങോട്ട് വേണ്ട ആവശ്യമല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് നമുക്കിട്ട് മണ്ണ് വെച്ച് കൊടുക്കാൻ കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്ലാന്. നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് കാണും കേട്ടോ. ഇനിയാണ് അടുത്ത പരിപാടി. നമ്മളിതാ മണ്ണാക്കി ഉള്ളിച്ചാക്കിൽ മണ്ണാക്കിയല്ലോ, ഇനി അങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു റൗണ്ടിൽ തന്നെ ബോളാകൃതിയിൽ തന്നെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ വെച്ചപ്പം തന്നെ നല്ലൊരു ഭംഗി കേട്ടോ. പിന്നെ അതിന് നല്ല ചെളി ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് അപ്പം നമുക്ക് എന്താ ചെയ്യുക, അതൊക്കെ ഒന്ന് കേക്കി കൊടുത്താൽ അത് വൃത്തിയാവുമല്ലോ. പിന്നെ നമ്മളെന്താ ചെടിപ്പണിയൊക്കെ എടുക്കുമ്പോൾ കൃഷി പച്ചക്കറി അങ്ങനത്തെ ഒക്കെ നടക്കുമ്പോൾ മണ്ണുള്ള പരിപാടിയാകുമ്പോൾ നമ്മളെ കൈമേൽ എന്തായാലും കുറച്ച് ചളിയൊക്കെ ആവാതെ കൂര അതൊക്കെ ഇട്ട് കേക്ക് നന്നാക്കും വേണം. എന്ത് പരിപാടി നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. സിമെൻറ്റ് പണി എടുക്കുന്നവരുടെ കൈമര് സിമെൻ്റ് ആവും, അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യണവരെ കൈമര് വൈറ്റ് വാഷ് ആവും. അപ്പോൾ ചെടിയൊക്കെ നടുന്നവരെ മണ്ണുള്ള പരിപാടി നടക്കുമ്പോൾ കൈമരൊക്കെ മണ്ണൊക്കെ ആവും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ നമ്മൾ നല്ലോണം കേക്ക് ഇങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുക. എന്താ ഞങ്ങളില്ലേ രണ്ടും ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് കേക്ക് ഇങ്ങോട്ട് വൃത്തിയാക്കി ഇങ്ങോട്ട് വെച്ചിന്. ഇപ്പം തന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ബോളാകൃതിയിൽ ഇങ്ങോട്ട് വന്ന്. ഇനി നമുക്കാണ് അടുത്ത പരിപാടി. നമുക്ക് ഇതിൽ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി കണ്ടില്ലേ, നമ്മളെ വാണ്ടറിങ് ചെടി കേട്ടോ. നല്ല ഹാങ്ങിങ് ചെടിയാണ്, നല്ല ഭംഗിയാണ്. ഇത് ഇനി ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. പല രീതിയിലുള്ള ചെടികളും ഇതുപോലെ നടാട്ടോ. നമ്മളെ കയ്യിലിപ്പോൾ ഈ ചെടി കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇതങ്ങോട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വേഗം പൊടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ചെടി നടാം. ഇത് ഉണ്ടായി വന്നതിൻ്റെ ശേഷമാണ് ഇത് വിജയിക്കോ ഇല്ലാതെ അറിഞ്ഞിട്ടുമാണ് നമുക്ക് ഇതിലേക്ക് പല രീതിയിൽ ഇതുപോലെ നമുക്ക് പല രീതിയിലും ചെടികൾ നടാറുണ്ട്.
പിന്നെ ഇതിനേക്ക് നല്ല പുതിയ ചട്ടി വേണമെന്നില്ല, നമ്മൾ ഒഴിവാക്കിയ ചെടിച്ചട്ടിയൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഫസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം നമുക്ക് ആ ചട്ടി ഒഴിവാക്കേണ്ട ആവശ്യമല്ല, നമുക്ക് വേറെ ഇതിലേക്ക് നല്ല ചെടികളും നടാനുള്ള പ്ലാനിങ് ആവും. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടിട്ടോ. അപ്പോൾ അതാ ഒന്നിലേക്ക് എങ്ങനെ നട്ടുകൊടുത്ത് ഇനി അടുത്തതിലും നട്ടുകൊടുക്കുക. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് വേറെയും വെറൈറ്റി ആയിട്ട് നടാനുള്ളത് ഓരോന്നും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഐഡിയകൾ വരും കേട്ടോ. വെറുതെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ചെയ്യുക, അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊരു ചെടിത്തോട്ടമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു നല്ലൊരു ഭംഗിയാണ്, നമുക്ക് കുറേ ഒരു ടെൻഷനും ഉണ്ടാവും, നല്ലൊരു സന്തോഷം കേട്ടോ. എനിക്കൊക്കെ തീമരി കുറേ ഞാൻ ടൈം തീമരി എത്രയും വേണമെങ്കിൽ ഞാൻ നിൽക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു പണിയാണ് ഒരു ഗാർഡനിയൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണ്ട കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിച്ചാക്കും ഇനി നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഉള്ളിച്ചാക്ക് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാനൊന്ന് ചെടി ഒന്ന് നട്ട് നോക്കിയതാണ്. അപ്പോൾ അതും നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കേണ്ടി. ഒന്നും നമുക്ക് ഒഴിവാക്കാനുള്ള യാതൊരു ആവശ്യമില്ല, എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാം. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം നമുക്കൊന്ന് നട്ട് വൃത്തിയാക്കി എടുക്കാം. പിന്നെ മഴ ആയിട്ടാണ് മുറ്റത്തൊക്കെ ഇങ്ങനെ ചെളി ഇങ്ങനെ ആയിട്ട് നിൽക്കണത് കേട്ടോ. എന്നാലും മഴ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെടി ഒരു ദിവസം ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് വെച്ചാലാണ് നമുക്ക് എന്താണ് ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവുക. ഒരു ദിവസം വെറുതെ വേസ്റ്റായി പോയി നമുക്ക് തോന്നരുത്. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലുണ്ടല്ലോ, അതുണ്ടാക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരും കേട്ടോ. അപ്പം നമുക്ക് ഇതിനി എവിടെ വെക്കേണ്ടതെന്നുള്ളത് അതും കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ഒക്കെ ഇനിയും കുറച്ചുകൂടി ഒന്ന് പോരായിക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചെടി ഒന്നുകൂടി ഇങ്ങോട്ട് അതിലേക്ക് നട്ട് പിടിപ്പിച്ചിട്ടോ. ഇനിതാ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ അവിടെ ഇങ്ങോട്ട് കയറുന്നോട്ട് ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ കട്ട വെച്ചത്, ഇനി ഇവിടെ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചതാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.